പിറ്റേന്ന് ഉച്ചയുടെ അടുത്തപ്പോഴായിരുന്നു നന്ദുവിനെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയത്. ആ സമയം അവിടെ കൂടെ ആനന്ദും ജോണും കുഞ്ഞിയുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്നേഹയും കിരിയും കൂടി എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനായി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുട്ടികളെയും കൂട്ടണം. ഇപ്പം തന്നെ കുഞ്ഞു വാവയെ കാണണമെന്ന് പറഞ്ഞിട്ട് നാലും കൂടി ബഹളം തുടങ്ങിയിട്ടുണ്ട്. വാവേ, പൊന്നെ, തക്കുടു, ആൻ്റിയുടെ ചുന്തിരിമണി. കട്ടിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കുഞ്ഞിപ്പെണ്ണെ നോക്കി കാര്യമായിട്ട് കൊഞ്ചിക്കുവാണ് കുഞ്ഞി. നന്ദു പ്രസവിച്ചെന്ന് അറിഞ്ഞ ഉടനെ നേരം വെളുത്തോ ഇല്ല എന്ന് പോലും നോക്കാതെ ജോണിനെയും കുത്തിപ്പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വന്നതാണ് അവൾ. വന്നപ്പോഴാണ് അറിയുന്നത് അവനെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയില്ലെന്ന്. അതോടെ മൂഡ് ഓഫായി നിന്നതായിരുന്നു കക്ഷി. ഇപ്പോൾ അവരെ റൂമിലേക്ക് മാറ്റിയ സമയം മുതൽ കുഞ്ഞിപ്പെണ്ണെ ഓരോന്നും പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണം അത് ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം കുഞ്ഞി പറയുന്ന ഓരോന്നിനും അവൾ കണ്ണു മേഴ്ചി നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. കണ്ടിട്ട് ഒരമ്മ പെറ്റ ആൻറ്റിയും മോളുമാണെന്ന് തോന്നും. അതല്ലേ അവൾ ഇത്രയും കിടന്ന് കാറിക്കൂവിയിട്ടും കുഞ്ഞ് അവളെ തന്നെ മേഴ്ചി നോക്കിക്കൊണ്ട് കിടക്കുന്നത്. കുഞ്ഞിയുടെ ഈ പ്രകടനങ്ങളെല്ലാം കണ്ടിട്ടും അവളെ തന്നെ നോക്കി കണ്ണ് തുറന്ന് കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആനന്ദിനോടായി ജോൺ പറഞ്ഞതും അതിന് മറുപടി അവൻ ജോണിനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. കാരണം ഒന്നിനും മറുപടി പറയാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല ആനന്ദ്. നന്ദുവിനെന്ന് കാണുന്നത് വരെ അവൻ തീയിൽ ചവിട്ടിയതുപോലെയായിരുന്നു നിന്നത്. അവൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ നന്ദുവിൻ്റെ മേൽ പാറി വീണുകൊണ്ടിരുന്നു. നന്ദുവും അത് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അവൾക്ക് അവനോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് എങ്ങനെയെന്ന് ചോദിച്ചു. അതിന് മറുപടി അവളൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു. ആ നിമിഷമാണ് US നിന്നും ദച്ചുവിൻ്റെ കോൾ കുഞ്ഞിയുടെ ഫോണിലേക്ക് വരുന്നത്. ദച്ചു, ഏട്ടത്തിയാണ്. സ്ക്രീനിലുള്ള പേര് കണ്ടതും അതവൾ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കോൾ കട്ടാവുന്നതിന് മുൻപ് നീ ഫോൺ എടുക്കുക കുഞ്ഞി. കോൾ അറ്റൻഡ് ചെയ്ത ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിയോടായി ജോൺ പറഞ്ഞതും അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടത്തി, വാവയെ കണ്ടോ കുഞ്ഞി? ഫോൺ എടുത്ത ഉടനെയുള്ള ദച്ചുവിൻ്റെ ചോദ്യം കേട്ട് അവിടെ ഇരുന്ന് എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. കണ്ടല്ലോ ഏട്ടത്തി, നീ നോക്കിയേ. വീഡിയോ കോൾ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ഫോൺ കുഞ്ഞു വാവയുടെ മുഖം കാണുന്ന വിധം തിരിച്ചു വെച്ചു കൊടുത്തു. ദച്ചു ഒരു നിമിഷം കുഞ്ഞു പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ കുഞ്ഞു പെണ്ണ് എന്തൊരു ക്യൂട്ടാ അല്ലേ ഏട്ടത്തി? കുഞ്ഞി പറഞ്ഞു കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അതെന്താ കുഞ്ഞി, എല്ലാ കുഞ്ഞുങ്ങളും ക്യൂട്ടല്ലേ? അതാണ്. എന്നാലും ഈ കുഞ്ഞു പെണ്ണെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാ. ദേ നോക്കിയേ, കവളൊക്കെ റോസ് കള്ളിരിക്കുക. കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ പതിയെന്ന് തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടും ദേശു ഒന്ന് പുഞ്ചിരിച്ചു. നന്ദുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടത്തി, ഞാൻ നന്ദുവിനെ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ട് കുഞ്ഞി ഫോൺ നന്ദുവിൻ്റെ നേർക്ക് പിടിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, ചെറിയ പെയിനുണ്ട് ചേച്ചി, എഴുന്നേൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നന്ദു പറഞ്ഞു കേട്ട് ആനന്ദ് അവളെ വെപ്രാളത്തോടെ നോക്കി. അത് കാണുന്നതു സിസേറിയൻ അല്ലേ, സ്റ്റിച്ച് ഉണങ്ങുന്നവരെ ചെറിയ പെയിൻ ഉണ്ടാകും. ദച്ചുവിൻ്റെ അരികിലേക്ക് വന്നിരുന്ന മാളുവായിരുന്നു അതിന് മറുപടി പറഞ്ഞത്. അല്ല ഇതാരാ? നിങ്ങളവിടെ ഉണ്ടായിരുന്നോ മാളേച്ചി? അവളെ കണ്ടതും കുഞ്ഞി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടി, ഞാൻ ആവിയായിപ്പോയി. ദേവണേ, കൂടുതൽ കളിച്ചാൽ വല്യേണ്ണെ കൊണ്ട് രണ്ടിനെയും ഇങ്ങോട്ട് കെട്ടിയെടുപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആവുകയും ചെയ്യും. എന്താ അത് വേണോ? വേണ്ട. മാളുവിൻ്റെ നാവിൽ നല്ലത് കേട്ടതും കുഞ്ഞ് ഡീസൻ്റായി. മാളുവും ഹരിയും അമ്മൻ്റെ കൂടെ US തന്നെയാണ് സെറ്റിലായത്. ദച്ചു നാട്ടിൽ വന്ന സമയം നന്ദുവും മാളും തമ്മിൽ ഫോണിലൂടെ നല്ലൊരു ബന്ധം ഉടലെടുത്തിരുന്നു. പിന്നെയും അവർ ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അല്ലടത്തി, അവിടെ ഇപ്പോൾ പാതിരാത്രിയല്ലേ, എന്നിട്ടെന്താ ഈ സമയത്ത് ഒരു ഫോൺ വിളി? നേരം വെളുത്തിട്ട് വിളിച്ചാൽ പോരായിരുന്നോ? കുഞ്ഞ് ചോദിച്ചു കേട്ട് മാളുവും ദച്ചുവും കൂടി പരസ്പരം ഒന്ന് നോക്കി. അതിന് നിൻ്റെ ഏട്ടന്മാർ രണ്ടും കൂടി ബിസിനസ് എന്നും പറഞ്ഞ് പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റതാ. അപ്പോഴാണ് നിൻ്റെ മെസ്സേജ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോഴേ വിളിക്കാമെന്ന് വിചാരിച്ചു. മാൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. പിന്നെയും അവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ആനന്ദിനും നന്ദുവിനും കാര്യമായി ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഫോൺ വെച്ചത്. അപ്പോഴേക്കും സ്നേഹയും ജോണും കുട്ടികളെയും കൂട്ടി തിരികെ വന്നിരുന്നു. അവർ വന്നതും കുറച്ചു നേരം കുഞ്ഞു പെണ്ണിനെയും എല്ലാവരും കൂടി കളിപ്പിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ കുഞ്ഞു പെണ്ണിൻ്റെ അരികിൽ തന്നെ മാറാതെ തന്നെ നിന്നു. അപ്പോഴൊക്കെ ആനന്ദിൻ്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിൻ്റെ മേൽ തന്നെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആ നെറുകിലൊരു സ്നേഹചുംബനം നൽകാനോ അവന് സാധിച്ചിരുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ജോണിൻ്റെയും കിരിയുടെയും മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഇനി എല്ലാവരും വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. ഗിരിയുടെ വാക്കുകൾ കുളിർമഴ പോലെയാണ് ആനന്ദിന് തോന്നിയത്. കാരണം അവളെ ഒന്ന് ചേർത്ത് പിടിച്ചൊരു ചുംബനം നൽകാൻ അവൻ അത്രമാത്രം കൊതിച്ചിരുന്നു. ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ, ഗിരി പറഞ്ഞു കേട്ട് കുഞ്ഞി അപ്പത്തിനെ ചാടിക്കയറി പറഞ്ഞു. അതോടെ ആനന്ദ് കാറ്റ് അഴിച്ചുവിട്ട ബലൂൺ പോലെയായി. ഇവളെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വാടി, ബുദ്ധിയും വിവരമില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യാം? ജോൺ പല്ല് കടിച്ചുകൊണ്ട് പിടിച്ച കുഞ്ഞിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഈച്ചയ അവൾ ജോണിൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടെങ്കിലും അവൻ അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവരുടെ പിന്നാലെ ഒരു ചിരിയോടെ ഗിരിയും സ്നേഹിയും മക്കളെയും കൊണ്ട് പോയി. അവർ പോയത് മാൻ്റെ എഴുന്നേറ്റ് ഡോർ ക്ലോസ് ചെയ്തു ശേഷം നന്ദുവിൻ്റെ അരികിലേക്ക് വന്ന്
അവളെ ശരീരം നോവാത്ത വിധം മുറുക്കെ പുണർന്നുകൊണ്ട് ആ നെറുകിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ? അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും അവൾ ഇടർച്ചയോടെ ചോദിച്ചു. നിനക്കൊത്തിരി വേദനിച്ചു അല്ലേ മോളെ? പ്രസവ വേദനയും അത് കഴിഞ്ഞുള്ള സിസറിൻ്റെയും പെയിനും. അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്തൊരു ചിരി വിടാർന്നു. വേദനിച്ചു നന്ദേട്ടാ, ഒത്തിരി വേദനിച്ചു. ദേ ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. ദേച്ചി ചേച്ചിയോട് പറഞ്ഞ പോലെ ചെറിയ വേദനയല്ല, ആ മരുന്നിൻ്റെ എഫക്റ്റ് വിട്ട് വരുമ്പോൾ ശരീരം കുത്തിക്കീറുന്ന വേദനയാണ്. അവൾ പറഞ്ഞതും അവൻ്റെ മുഖം വാടി. അത് കണ്ടും അവൾ അവൻ്റെ കയ്യിലേക്ക് പതിയെ അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. പക്ഷെ ആ വേദനയൊക്കെ ദേ ഇവളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, പിന്നെ അറിയുക പോലില്ല നന്ദേട്ടാ. അതുകൊണ്ടല്ലേ മരണവേദനയാണെന്ന് അറിഞ്ഞിട്ടും ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകാനായി അത്രമാത്രം കൊതിക്കുന്നത്. നന്ദു പറഞ്ഞു കേട്ട് ആണ്ടിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. അവൻ പതിയെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ഒരു കൈ കൊണ്ട് കുഞ്ഞിപ്പിൻ്റെ കാലിലും പതിയെ തട്ടിക്കൊടുത്തു. കുറച്ചു സമയം അവർ അങ്ങനെ തന്നെയിരുന്നു. അവർക്കിടയിൽ വല്ലാത്തൊരു മൗനം തളം കെട്ടി നിന്നു. നന്ദേട്ടാ, നന്ദുവിൻ്റെ ശബ്ദം കേട്ടാണ് എന്തോ ഓർമ്മയിലിരുന്ന ആനന്ദ് തിരിഞ്ഞു നോക്കുന്നത്. എന്താ മോളെ? അത് അവൾ എന്തോ പറയാൻ ബുദ്ധിമുട്ടെന്ന് അവന് തോന്നി. എന്താടാ, എന്തെങ്കിലും പറഞ്ഞോ? അത് വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ടോ നന്ദേട്ടാ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ട് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളെ നിന്ന് നോക്കി. ഏത് വീട്ടിൽ? അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞതും നന്ദ മുഖം കുനിച്ചു. അവനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. ഇവിടെ നോക്കുന്നത് അവൻ പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അന്ന് ഞാൻ ആ വീടിൻ്റെ പടികളിറങ്ങുമ്പോൾ അവിടെയുള്ളവരുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് ഇറങ്ങിയത്. എന്നെ വിശ്വസിക്കാത്തവരെ എനിക്കും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഭാവിയിൽ ചിലപ്പോൾ അതിന് മാറ്റം സംഭവിച്ചേക്കാം. തിരികെ അങ്ങോട്ടേക്കൊരു മടക്കിയും പൂപ്പും ഉണ്ടാവാം. പക്ഷേ അവിടെ എൻ്റെ ഇടം കയ്യിൽ നിൻ്റെ വലം കൈയും തോളിൽ നമ്മുടെ കുഞ്ഞുണ്ടായിരിക്കും. മനസ്സിലായോ നന്ദേട്ടന് നന്ദൂട്ടിക്ക്? അവസാനം വാക്കുകളിൽ അവൻ ഇത്തിരി കുസൃതി കലർത്തിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ കൂർപ്പിക്കല്ല വേണേ, ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിച്ചുണ്ണി ഞാനിങ്ങ് എടുത്തേനെ. അവനൊരു വഷളച്ചിരിയോടെ അവളെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ ഡീ. സോറി നന്ദേട്ടാ, ഒരാവശ്യത്തിന് വിളിച്ചതാ. അവൻ അവളെ നോക്കിയെന്ന് അമർത്തി മുളയതും അവൾ അവൻ്റെ കൈയെടുത്ത് തൻ്റെ കഴുത്തിലേക്ക് വെച്ചുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു. ആ സുഖസുന്ദരമായ നിമിഷത്തിൽ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊരു പുഞ്ചിരിയുടെ കുഞ്ഞിപ്പെണ്ണെ നോക്കിയിരുന്നു. ആനന്ദിക, ആനന്ദിക, ആനന്ദിക. ആനന്ദിനെ മടിയിലിരുന്ന കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ പേര് ചൊല്ലി വിളിച്ചു. അവൻ്റെ ഇടതുവശത്തായിരുന്ന നന്ദു അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിപ്പെണ്ടെ 28-ന് തന്നെയായിരുന്നു പേരൽ ചടങ്ങ് നടത്തണമെന്നത് ആനന്ദിൻ്റെ തീരുമാനമായിരുന്നു. ആനന്ദിക. വാവു, സൂപ്പർ നെയിം ആനന്ദേട്ടാ. ഇത് ആരുടെ സെലക്ഷനാണ്? കുഞ്ഞ് ചോദിച്ചു കേട്ട് ആനന്ദ് നന്ദുവിനെ ഒന്ന് നോക്കി. അതിൽ തന്നെ അത് നന്ദുവിൻ്റെ സെലക്ഷനാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ആനന്ദിൻ്റെയും നന്ദിനിയുടെയും മകൾ ആനന്ദിക. കുഞ്ഞ് അവരെ നോക്കി പറഞ്ഞിട്ട് അവിടെ 3 പേരുടെയും ഫോട്ടോ എടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. ആനന്ദ് നന്ദുവും കുഞ്ഞിപ്പെണ്ണും ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് 3 മാസമായപ്പോൾ തന്നെ അവർ മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. ഗിരിയും സ്നേഹയും ജോണും കുഞ്ഞിയുമൊക്കെ അവർ പോകുന്നതിൽ നിന്നും അവരെ തടയാൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവർ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ ആനന്ദിന് തോന്നിയില്ല. അവൻ്റെ തീരുമാനം ഉറച്ചതെന്ന് മനസ്സിലായതും പിന്നെ അവരും ഒന്നും മിണ്ടിയില്ല. ഗിരി തന്നെയാണ് ആ ഫ്ലാറ്റ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. സഹായത്തിനായി ശ്യാമ എന്നൊരു സ്ത്രീയും അവൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവരെ വിളിക്കാൻ മറക്കരുതെന്ന് ഒരു ഉപദേശവും. എല്ലാ വീക്കെൻഡിലും വീട്ടിലെത്തണമെന്ന് കുഞ്ഞിയുടെയും സ്നേഹയുടെയും വക ഓർഡർ. അവർ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം കുട്ടികൾക്കായിരുന്നു. കുഞ്ഞുവാവയെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞ് അവർ 4 കൂടി ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ടപ്പോൾ നന്ദുവിനും ആനന്ദിനും വിഷമമായെങ്കിലും ആഴ്ചതോറും കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് അവിടെ അരികിലേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ആനന്ദ് അവരെ ആശ്വസിപ്പിച്ചു. ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും ശ്യാമ ചേച്ചിയുടെ സഹായത്തോടെ നന്ദു എല്ലാം കൃത്യമായി ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം ഓഫീസ് വർക്കിൽ ആനന്ദിനെ സഹായിക്കാനും നല്ല ഭാര്യയുടെയും അമ്മയുടെയും കടമകൾ അവൾ കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തന്നെ ആനന്ദിന് നല്ലൊരു ബിസിനസ് പാർട്ട്ണർ ആകാനും അവൾക്ക് കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. കുഞ്ഞിപ്പെണ്ണിപ്പോൾ 1 വയസ്സാകാറായി. അതിൻ്റെ വിളച്ചിലൊക്കെ അവൾ കാണിക്കുന്നുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ മുട്ടുകുത്തി ഇഴയാൻ തുടങ്ങിയിരുന്നു. നിലത്ത് എവിടെ ഇരുത്തിയാലും അവൾ മുട്ടിലിഴഞ്ഞു ചെന്ന് എന്തെങ്കിലും പണി ഒപ്പിക്കും. ഏതു നേരവും അവളുടെ പിന്നാലെ ഓടുകയാണ് പ്രധാനമായും നന്ദുവിൻ്റെ പണി. അങ്ങനെ ഇന്നാണ് കുഞ്ഞിപ്പെണ്ടെ 1ാം പിറന്നാൾ. അതിൻ്റെ ഒരുക്കത്തിലാണ് നന്ദുവും ആനന്ദും. നന്ദു. ആനന്ദിൻ്റെ ശബ്ദം കേട്ടതും മിറിൻ്റെ മുന്നിൽ നിന്ന് മുടി കെട്ടിക്കൊണ്ട് നന്ദു തിരിഞ്ഞു നോക്കി. കഴിഞ്ഞില്ല നന്ദു നിൻ്റെ ഒരുക്കം? മുറിയിലേക്ക് കയറി വന്ന ആനന്ദ് നന്ദുവിനോടായി ചോദിച്ചു. കഴിഞ്ഞു നന്ദേട്ടാ, ഈ പൂവ് കൂടി ഒന്ന് വെച്ചാൽ മതി പറഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചിരുന്ന മുല്ലപ്പൂ എടുത്ത് മുടിയിൽ ചൂടി. കുഞ്ഞിപ്പെണ്ടെ 1ാം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ രാവിലെ 3 പേരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു.
കുഞ്ഞിപ്പെണ്ണെ ഒരുക്കി കട്ടിൽ കിടത്തിയ ശേഷം നന്ദു ഒരുങ്ങാൻ തുടങ്ങിയിരുന്നു. സാരി എടുത്ത് ചെറിയ രീതിയിൽ മേക്കപ്പും ചെയ്ത ശേഷം മൂടി കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആൻ്റെ റൂമിനകത്തേക്ക് കയറി വന്നത്. ആൻ്റെ നന്ദുവിനെ മൊത്തത്തിൽ നോക്കി. മെറൂൺ ബോർഡുള്ള മാമ്പഴ കളർ സാരിയാണ് വേഷം. പ്രസവശേഷം അവൾ നന്നായിട്ടൊന്ന് വെളുത്ത് തൊടുത്തിട്ടുണ്ട്. പെണ്ണിനെ ഇപ്പോൾ കണ്ടാൽ കാശ്മീരി ആപ്പിളിനെ പോലെയുണ്ട്, കടിച്ച് തിന്നാൻ തോന്നും. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അരികിലേക്ക് നടന്നു. പിൻകഴുത്തിലൊരു നിശ്വാസം തട്ടിന്ന് നന്ദു ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. ഇടുപ്പിലൂടെ ചുറ്റിയ കൈകൾക്ക് മീതെ അവൾ തൻ്റെ കൈകൾ വയ്ക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളെ പിൻകഴുത്തിൽ പതിഞ്ഞിരുന്നു. നന്ദേട്ടാ. മുല്ലപ്പൂവ് ചൂടി അവളുടെ മുടിയിഴകളിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവനൊന്ന് മൂളി. അവൻ്റെ കൈവിരലുകൾ സാരിക്കിടയിലൂടെ നഗ്നമായ അവളുടെ അണിവരിൽ അമർന്നതും അവൾ നീങ്ങിക്കൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി. നന്ദേട്ടാ. വേണ്ട, ക്ഷേത്രത്തിൽ പോകാനുള്ളതാ. തൻ്റെ ദേഹത്തുകൂടി ഇഴഞ്ഞു നീങ്ങുന്ന അവൻ്റെ കൈവിരലുകളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. അപ്പോഴേക്കും അവളുടെ ചെവിയിടയ്ക്കിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറി. ഓരോ ദിവസം കഴിയും തോറും നിന്റെ സൗന്ദര്യം കൂടിക്കൂടി വരിക പെണെ. റിയലി ഐ ക്യാൻ കൺട്രോൾ മൈ സെൽഫ്. അവളെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. നല്ലൊരു ദിവസമായിട്ട് ഇന്ന് വഷളത്തരം പറയാതെ പോയി റെഡിയാവും മനുഷ്യ. അതും പറഞ്ഞ് അവൻ്റെ വയറ്റിൽ നല്ലൊരു കുഞ്ഞു കുത്തും കൊടുത്തുകൊണ്ട് അവൾ കട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പിൻ്റെ അരികിലേക്ക് നടന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും മോളെ. അപ്പം ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. അവളെ നോക്കി മേച്ച് പിരിച്ച് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചുണ്ടുകൂട്ടിന്ന് പുച്ഛിച്ചു. ഇന്ന് രാത്രിയും ഈ പുച്ഛിക്കിൽ പൊന്നുമോളുടെ മുഖത്ത് കാണണം. വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞതും അവളെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ദൈവമേ, അപ്പോൾ ഇന്ന് രാത്രി എനിക്ക് ശിവരാത്രി തന്നെ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ് അവൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ അരികിലേക്കായിരുന്നു. മുംബൈയിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിലാണ് അവർ പോയത്. നിറയെ പടവുകളുള്ള ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ആനന്ദിൻ്റെ ഒരു കയ്യിൽ കുഞ്ഞിപ്പെണ്ണും മറുകയിൽ നന്ദും സുരക്ഷിതരായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞതും അവർ തിരികെ ഫ്ലാറ്റിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും അവിടെ ഗിരിയും ജോണുമൊക്കെ എത്തിച്ചേർന്നിരുന്നു. ഈവനിങ് ഫംഗ്ഷൻ ഹാളിലായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടവർക്ക് വേണ്ടി മാത്രം ആൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായി സദ്യ ഏർപ്പാട് ചെയ്തിരുന്നു. അച്ചോടാ, എനിക്ക് വയ്യ. ഇതേത് മാലാക കുട്ടിയാ ഈവനിങ് ഫംഗ്ഷന് വേണ്ടി ഹാളിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങി വന്ന നന്ദുവിനെയും കുഞ്ഞിപ്പെണ്ണെയും നോക്കിക്കൊണ്ട് സ്നേഹ ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് കൈ കൊട്ടി ചിരിക്കാൻ തുടങ്ങി. നിറയെ സ്റ്റോൺ വർക്ക് ചെയ്ത നെറ്റിൻ്റെ വെളുത്ത ഫ്രോക്കായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ വേഷം. ആ വേഷത്തിൽ അവളെ കാണാൻ ഒരു കുഞ്ഞു മാലാകിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സ്നേഹ വന്ന് കൈ നീട്ടിയതും കുഞ്ഞിപ്പെണ്ണ് യാതൊരു സങ്കോചവും കൂടാതെ അവളുടെ കയ്യിലേക്ക് എടുത്ത് ചാടി. കുഞ്ഞേച്ചി വന്നില്ല സ്നേഹിച്ചി? ഇല്ലടാ, അവൾ കുറച്ച് കഴിഞ്ഞുവരുന്ന ഗിരിയേട്ടൻ ജോണിനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. മക്കളെന്തോ വികൃതി കോപ്പിച്ചു അത്രേ. അവൾ അവിടെ പിന്നാലെയാണ്. അവളൊരു ചിരിയോടെ പറഞ്ഞതും നന്ദുവും ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഇവർ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ കുഞ്ഞിയും മക്കളും അവിടെ കൂടെ ജോയിൻ ചെയ്തു. സമയം കഴിഞ്ഞു പോയതും എല്ലാവരും കൂടെ ഹാളിലേക്ക് പുറപ്പെട്ടു. അത്യാഡംബരമായി ഒരുക്കിയ ഹാളിൻ്റെ നടുവിലത്തെ സ്റ്റേജിൽ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കായി നിന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് എല്ലാവരെയും നോക്കി രണ്ട് കുഞ്ഞിപ്പല്ലുകൾ കാട്ടി പുഞ്ചിരിച്ചു. പിങ്കും വൈറ്റും തീമായിരുന്നു അവർ സെലക്ട് ചെയ്തിരുന്നത്. സ്റ്റോൺ വർക്ക് ചെയ്ത പിങ്ക് കളർ സാരിയായിരുന്നു നന്ദുവിൻ്റെ വേഷം. അതുപോലെ പിങ്ക് ഷർട്ടും വൈറ്റ് പാൻറ്റുമായിരുന്നു ആനന്ദിൻ്റെ വേഷം. മറ്റുള്ളവരും പിങ്കും വൈറ്റും കലർന്ന ഡ്രസ്സിൽ ആ ഹാളിൽ നിന്നിരുന്നു. അപ്പോൾ തുടങ്ങിക്കോളൂ സാർ, അടുത്തുനിന്ന ഫോട്ടോഗ്രാഫർ പറഞ്ഞതും ആനന്ദ് നന്ദുവും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ശേഷം കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ വാവേ. ചുറ്റും നിന്നവരുടെ എല്ലാം അത്യാഹ്ലാദത്തോടെയുള്ള ബർത്ത്ഡേ ഗാനം അവിടെ വാങ്ങി അലയടിച്ചു. അന്തൻ നാവിൽ തേച്ചു കൊടുത്ത കേക്കിൻ്റെ മധുരം നുണഞ്ഞിറക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇരു കൈകളും കൊട്ടി പുഞ്ചിരിച്ചു. ആഹാ, മധുരം നുണഞ്ഞപ്പോൾ ഉള്ള അവളെ ഒരു സന്തോഷം നോക്കിയേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തെ പാൽ പുഞ്ചിരി കണ്ട് കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞതും അവിടെ നിന്നവിടെ എല്ലാ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അങ്ങനെ ആഘോഷങ്ങളും പാട്ടുകളുമായി ആ ദിവസവും കടന്നുപോയി. ബർത്ത്ഡേ ആഘോഷമെല്ലാം കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ചായിരുന്നു ആനന്ദും നന്ദുവും കുഞ്ഞിപ്പെണ്ണും തിരികെ തങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എത്തിയത്. തളർന്നു. മേലാക്കി എന്താ വേദന. റൂമിലേക്ക് കയറിയതും കുഞ്ഞിപ്പെണ്ണെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. ഇന്ന് മുഴുവനും ബിസി ആയിരുന്നല്ലോ. കൂടാതെ ഈവനിങ് തൊട്ട് കുഞ്ഞിപ്പെണ്ണയും എടുത്തുകൊണ്ട് നടപ്പായിരുന്നില്ലേ, അതാകും മേല് വേദന. ചെറു ചൂടുവെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ മതി, വേദനയും ക്ഷീണവും അങ്ങ് മാറും. ആനന്ദ് പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും കട്ടിലിൽ കിടന്ന കുഞ്ഞിപ്പെണ്ണൊന്ന് ചിണങ്ങി. നന്ദു കട്ടിലേക്ക് ഇരുന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ തുടയിൽ തട്ടിക്കൊടുത്തു. മോളുമാകെ തളർന്നു. നീ ആദ്യം മോളെ എടുത്ത് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്തിട്ട് അവളുടെ മേലാകി ഒന്ന് കഴുകി കിടക്ക്, അല്ലെങ്കിൽ കുഞ്ഞിനാകെ ക്ഷീണമാകും, ആനന്ദ് നന്ദുവിനോടായി പറഞ്ഞു. പക്ഷെ അവളിപ്പോൾ ഉറങ്ങിയിരുന്നതേട്ടാ. ഇപ്പം എങ്ങനെയാ അവളെടുത്ത് മേല് കഴുകി കൊടുക്കുന്നത്? അവളെ ഉണർത്തിയെടുക്ക്. ചെറു ചൂടുവെള്ളമായതുകൊണ്ട് അവൾ കരയില്ല, അവൻ പറഞ്ഞു കേട്ട് നന്ദു ഒന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞിപ്പെണ്ണ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതുറക്കത്തിൽ നിന്ന് വേണമെങ്കിലും അവളെ എടുത്തുകൊണ്ടുപോയി ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ അവളൊന്നും മിണ്ടാതെ ഇരുന്ന് തരും. അത് തന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന നന്ദേട്ടൻ തന്നെയായിരുന്നു. നന്ദു ഓർത്തുകൊണ്ട് കുഞ്ഞിപ്പെണ്ണയും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു.
അവർ പോയതും ആനന്ദും സ്റ്റാൻഡിൽ നിന്നും ഒരു ടവൽ എടുത്തുകൊണ്ട് അടുത്ത റൂമിലേക്ക് നടന്നു. കുഞ്ഞിപ്പിനെ ഫ്രഷാക്കി കൊണ്ടുവന്ന് കിടത്തിയതും ആനന്ദ് ഫ്രഷായി തിരികെ വന്നിരുന്നു. കുഞ്ഞിയെ അവനെ ഏൽപ്പിച്ച ശേഷം നന്ദുവും വേഗം ഫ്രഷായി വന്നു. നന്ദ് കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ആനന്ദ് കുഞ്ഞിയെ ഉറക്കി തൊട്ടേക്ക് കിടത്തിയതും ഇതെന്താ ഇവളെ അവിടെ കിടത്തിയത്? കട്ടിൽ കിടത്താമായിരുന്നില്ലേ? തല തുവർത്തി ടവൽ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് നന്ദു ആനന്ദിനോടായി ചോദിച്ചു. അവൾ അവിടെ കിടക്കട്ടെ, അതാ നല്ലത്. അവളെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ കുറുക്കി അവനെ നോക്കി. ആർക്ക് നല്ലത്? ഇടുപ്പിൽ കൈവച്ച് അവനെ നോക്കി ഗൗരവത്തോടെ അവൾ ചോദിച്ചതും അവൻ കിളച്ചു കടിച്ചു പിടിച്ച് അവളെ ആടിമുടി ഒന്ന് നോക്കിയ ശേഷം അവൾ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ആ നന്ദേട്ടാ. അവൾ അവൻ്റെ മടിയിലും കൊതിരി മാറാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളെ അടക്കി പിടിച്ച് ലോക്ക് ചെയ്തിരുന്നു. എല്ലാവർക്കും അതാ നല്ലത്. അവളെ പിൻകഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് പുളഞ്ഞു പോയി. ആ വീട് നന്നേട്ടാ പ്ലീസ്, ഞാനാകെ ടയേർഡാണ്. അവൾ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ക്രോപ്പ് ടോപ്പിനിടയിലൂടെ കാണുന്ന നഗ്നമായ അണിവയറിൽ അമർത്തി പിടിച്ചു. അങ്ങനെ ഇപ്പോൾ വിടാനല്ലോ ചേട്ടൻ ഈ പിടി പിടിച്ചത്. ഈ ആനന്ദ് ഒരു പിടി പിടിച്ചല്ലാതെ എപ്പോൾ വിടണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. കേട്ടോടി പോണ്ടാട്ടി. അവിടെ ബെഡിലേക്ക് മലർത്തി കെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചുണ്ട് കുറിപ്പിച്ചു. എങ്ങനെ കുറിപ്പിക്കല്ല വേണേ, കടിച്ച് തിന്നാണ് തോന്നുന്നത്. വശ്യമായി പുഞ്ചിരിയുടെ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ നാണത്തോടെ മുഖം തിരിച്ചു. ഞാൻ രാവിലെ പറഞ്ഞത് നീ മറന്നില്ലല്ലോ നന്ദു. അവളെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അതിന് മറുപടി പറയാതെ അവൾ തൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. നന്ദു അവൻ പതിയെ വിളിച്ചതും അവളൊന്ന് മൂളി. ഐ നീഡ് യു. അത്രമാത്രം പറഞ്ഞിട്ട് അവൻ അവളിലേക്ക് അമർന്നതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ അവനെ തന്നിലേക്ക് സ്വീകരിച്ചു.